ആരാണ് ഒടിയന്മാർ? കേരളത്തിന്റെ നാടോടിക്കഥകളുടെ നിഴൽ മൂലകളിൽ ഒടിയന്മാരെ മറ്റാരെയും പോലെ ഭയപ്പെട്ടിരുന്നു. ഇവർ പ്രേതങ്ങളല്ല, മറിച്ച് ജീവനുള്ള മന്ത്രവാദികളായിരുന്നു. മൃഗങ്ങളായോ ഇരുണ്ട രൂപങ്ങളായോ രൂപാന്തരപ്പെടാൻ കഴിയുന്ന മന്ത്രവാദത്തിന്റെ വിദഗ്ധർ. വൈദ്യുതിക്ക് മുമ്പ് രാത്രിയുടെ മറവിൽ അവർ ഗ്രാമങ്ങളിലൂടെ നിശബ്ദമായി സഞ്ചരിച്ചു. പലപ്പോഴും ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ കൊല്ലാൻ വാടകയ്ക്കെടുക്കപ്പെട്ടു. വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് വള്ളുവനാട്, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒടിയൻ എന്ന പേര് ഭയത്താൽ മന്ത്രിക്കപ്പെട്ടു. ഒടിയൻ മാണിക്യൻ പാലക്കാടിലെ വെള്ളിനേഴിയിൽ താമസിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന കേരളത്തിലെ അറിയപ്പെടുന്നതും ഏറ്റവും ഭയപ്പെടുന്നതുമായ ഒടിയന്മാരിൽ ഒരാളായിരുന്നു ഒടിയൻ മാണിക്യൻ. അവന് രൂപം മാറ്റാനും നിഴലുകളിലേക്ക് അപ്രത്യക്ഷനാകാനും കഴിയും. കൂടാതെ ഒരു കാളയുടെയോ കറുത്ത നായയുടെയോ രൂപത്തിൽ ഇരകളെ ആക്രമിക്കുമെന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ ഒരു വീട്ടുടമസ്ഥൻ തന്റെ എതിരാളിയെ കൊല്ലാൻ മാണിക്യനെ നിയമിച്ചു. ഒരു എരുമയുടെ വേഷം ധരിച്ച് അവൻ വയലുകളിലൂടെ പാഞ്ഞുചെന്ന് ആ മനുഷ്യനെ അടിച്ചുകൊന്നു. ആരും ഒന്നും കണ്ടില്ല, ആഴത്തിലുള്ള കുളമ്പടികളും രക്തവും മാത്രം. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മാണിക്യനെ കുറ്റബോധം പിടികൂടി. മരിക്കുന്നതിനു മുമ്പ് അദ്ദേഹം എല്ലാം ഏറ്റുപറഞ്ഞു, ഇതിഹാസത്തെ സത്യമാക്കി മാറ്റി. ഇന്നും മുതിർന്നവർ പറയുന്നു, രാത്രിയിൽ കുളമ്പടി ശബ്ദം കേട്ടാൽ തിരിഞ്ഞു നോക്കരുത്, അത് ഇരുട്ടിൽ വേട്ടയാടുന്ന മാണിക്യന്റെ ആത്മാവായിരിക്കാം.